പോൾ ബ്രണ്ടൻ പാശ്ചാത്യ ലോകത്തുനിന്ന് കിഴക്കൻ ആത്മീയതയെ അന്വേഷിച്ച് ഇന്ത്യയിലേക്ക് വന്ന ഒരു അപൂർവ ചിന്തകനാണ്. സന്യാസിമാരെയും യോഗികളെയും അത്ഭുതങ്ങളെയും വെറും കഥകളായി കാണാതെ നേരിട്ടുള്ള അനുഭവങ്ങളിലൂടെ അവയുടെ സത്യാവസ്ഥ കണ്ടെത്താൻ അദ്ദേഹം ശ്രമിച്ചു. ആ അന്വേഷണത്തിന്റെ ഫലമായാണ് ലോകപ്രശസ്തമായ സെർച്ച് ഇൻ സീക്രട്ട് ഇന്ത്യ എന്ന കൃതി പിറന്നത്. ഈ പുസ്തകം ഇന്ത്യയുടെ പുറംകാഴ്ചയല്ല പറയുന്നത്, മറിച്ച് സാധാരണ കണ്ണുകൾക്ക് മറഞ്ഞുകിടക്കുന്ന ഒരു രഹസ്യ ഇന്ത്യയെക്കുറിച്ചാണ്. യഥാർത്ഥ യോഗികൾ, ആത്മീയ ഗുരുക്കന്മാർ, മനസ്സിന്റെയും ആത്മാവിന്റെയും അഗാധതകൾ എല്ലാം തന്നെ പാശ്ചാത്യ ലോകത്തിന് ആദ്യമായി തുറന്നുകാട്ടിയ ഒരു അതുല്യ ആത്മീയ യാത്രാ വിവരണമാണ് സെർച്ച് ഇൻ സീക്രട്ട് ഇന്ത്യ. സെർച്ച് ഇൻ സീക്രട്ട് ഇന്ത്യ എന്ന പുസ്തകത്തെ ആധാരമാക്കി തയ്യാറാക്കിയ ഒരു പുസ്തക അവലോകനമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ അധ്യായത്തിൽ പരാമർശിക്കുന്ന അനുഭവങ്ങൾ, സംഭവങ്ങൾ, ആത്മീയ വിവരണങ്ങൾ പുസ്തകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന ആശയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വ്യക്തിപരമായ വായനാ അനുഭവത്തിന്റെ പുനർവിവരണമാണ്. ബ്രിട്ടനിൽ നിന്നും ബോംബെയിൽ കപ്പലിൽ വന്നിറങ്ങി ഒരു ഹോട്ടലിൽ താമസിച്ചപ്പോൾ കണ്ട ഒരു അത്ഭുത മനുഷ്യനെക്കുറിച്ചാണ് ഈ ഭാഗത്ത് വിവരിക്കുന്നത്. മനസ്സു വായിക്കുന്നതുപോലെയുള്ള അസാധാരണ അനുഭവങ്ങൾ, യുക്തിക്കും ശാസ്ത്രബോധത്തിനും വെല്ലുവിളിയാകുന്ന സംഭവങ്ങൾ, ഇവയൊക്കെയാണ് ഈ അധ്യായത്തിന്റെ ഹൃദയം. നമുക്ക് പുസ്തകത്തിലേക്ക് പോകാം. ഇന്ത്യയിലെത്തിയതിനു പിന്നാലെ ഞാൻ തന്നെ ഒരു അന്വേഷണത്തിലേക്ക് ഇറങ്ങുന്നതിനു മുമ്പേ അന്വേഷണം എന്നെ തേടിയെത്തിയതുപോലൊരു വിചിത്ര അനുഭവമാണ് എനിക്ക് സംഭവിച്ചത്. ബോംബെയിലെ പ്രധാന കാഴ്ചകൾ പോലും ഞാൻ കണ്ടു തുടങ്ങിയിരുന്നില്ല. നഗരത്തെക്കുറിച്ചുള്ള എൻ്റെ അറിവ് ഒരു പോസ്റ്റ് കാർഡിൽ എഴുതാവുന്നത്ര മാത്രം. എൻ്റെ സ്യൂട്ട്കേസുകൾ പോലും തുറക്കാതെയാണ് ഹോട്ടലിൽ കിടന്നിരുന്നത്. ബോംബെയിലെ മജസ്റ്റിക് എന്ന ഹോട്ടലിൽ താമസിക്കുകയായിരുന്നു ഞാൻ. കപ്പൽ യാത്രയിൽ പരിചയപ്പെട്ട ഒരാൾ ശുപാർശ ചെയ്തതായിരുന്നു ആ ഹോട്ടൽ. ചുറ്റുപാടുകളോട് പരിചയപ്പെടുന്നതായിരുന്നു എൻ്റെ ഏക ദൈനംദിന പ്രവൃത്തി. അങ്ങനെയിരിക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വ്യക്തിയെ ഞാൻ അവിടെ കണ്ടെത്തി. ആ അത്ഭുത മനുഷ്യൻ ഞാൻ താമസിക്കുന്ന ഹോട്ടലിലെ മറ്റൊരു അതിഥിയായിരുന്നു. അദ്ദേഹം ഒരു സാധാരണ മജീഷ്യനല്ല. സ്റ്റേജിലും തിയേറ്ററുകളിലോ ആളുകളെ വിസ്മയിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെടുന്നവനുമല്ല. പകരം പുരാതന മന്ത്രവാദികളുടെ പാരമ്പര്യത്തിൽപ്പെട്ട ഒരാൾ എന്ന നിലയിലാണ് അദ്ദേഹത്തെക്കുറിച്ച് ഹോട്ടൽ ജീവനക്കാർ സംസാരിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് മഹ്മൂദ് ബേ. ഈജിപ്തിൽ നിന്നുള്ള ഒരാൾ. അദൃശ്യശക്തികളുമായി ഇടപെടുന്നവൻ, കാണാനാകാത്ത ലോകങ്ങളെ അറിയുന്നവൻ. അങ്ങനെയാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള കഥകൾ. ഹോട്ടൽ ജീവനക്കാർ അദ്ദേഹത്തെ ഭയഭക്തി ബഹുമാനത്തോടെ കാണുകയും മറ്റു അതിഥികൾ അദ്ദേഹം കടന്നുപോകുമ്പോൾ സംഭാഷണം നിർത്തുകയും ചെയ്തിരുന്നു. അദ്ദേഹം അധികം ആരോടും സംസാരിക്കാറില്ല. ഭക്ഷണ സമയത്ത് പോലും ഒറ്റയ്ക്കിരിക്കാനാണ് താൽപ്പര്യം. ഇതൊക്കെയാണ് ആ അദ്ഭുത മനുഷ്യനെക്കുറിച്ച് കേട്ടിരുന്നെങ്കിലും അദ്ദേഹത്തെ നേരിൽ കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. രൂപവും പറഞ്ഞു കേട്ടതുമായി പൊരുത്തപ്പെടാത്ത മനുഷ്യൻ. ഭീതിജനകമായ മുഖമോ വിചിത്ര വേഷമോ ഒന്നുമില്ല. പകരം ചിരിയോടെ സംസാരിക്കുന്ന ശക്തമായ ശരീരഘടനയുള്ള ആധുനിക ഫ്രഞ്ച് വേഷത്തിൽ സുന്ദരനായ ഒരാൾ. പാരീസിലെ ഒരു നല്ല റെസ്റ്റോറൻറ്റിൽ കണ്ടേക്കാവുന്ന ഒരു യൂറോപ്യനെ പോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ രൂപം. ഈ വൈരുദ്ധ്യം എന്നെ ഏറെ ചിന്തിപ്പിച്ചു. അടുത്ത ദിവസം രാവിലെ ഞാനൊരു തീരുമാനത്തിലെത്തി. മഹ്മൂദ് ബേയെ കണ്ടേ മതിയാവൂ. ഒരു വിസിറ്റിംഗ് കാർഡിൻ്റെ പുറകിൽ എൻ്റെ ആഗ്രഹം കുറിച്ചെഴുതി. അതിനൊപ്പം ചെറിയൊരു പ്രതീക ചിഹ്നവും ചേർത്തു. അയാളുടെ രഹസ്യകലകളെക്കുറിച്ച് എനിക്കറിവുണ്ടെന്ന് സൂചിപ്പിക്കുന്ന അടയാളമായിരുന്നു അത്. ഹോട്ടലിലെ റൂം സർവീസ് ചെയ്യുന്ന ആളുടെ കയ്യിൽ കാർഡ് നൽകി അല്പം പണവും ചേർത്തയച്ചു. 5 മിനിറ്റിനുള്ളിൽ മറുപടി വന്നു. മഹ്മൂദ് ബേ നിങ്ങളെ ഇപ്പോൾ തന്നെ കാണാൻ തയ്യാറാണ്. പ്രഭാത ഭക്ഷണ സമയത്താണ് കാണാൻ പറഞ്ഞത്. നിങ്ങളെയും പ്രഭാത ഭക്ഷണത്തിന് ക്ഷണിക്കുന്നു. അങ്ങനെയാണ് മഹ്മൂദ് ബേയുമായുള്ള ആദ്യ കൂടിക്കാഴ്ചയുടെ ഒരുക്കം. റെസ്റ്റോറൻറ്റിൻ്റെ മുകളിലെ മുറിയിൽ അദ്ദേഹം ഇരിക്കുകയായിരുന്നു. ചായയും ടോസ്റ്റും അദ്ദേഹത്തിന് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിനടുത്തേക്ക് പോയി. അദ്ദേഹം എഴുന്നേറ്റ് സ്വാഗതം പറഞ്ഞില്ല. ഹാൻഡ്ഷേക്ക് തന്നതുമില്ല. അടുത്തുള്ള കസേരയിലേക്ക് ചൂണ്ടി പറഞ്ഞു, ഇരിക്കൂ. ഞാൻ ആർക്കും ഹാൻഡ്ഷേക്ക് കൊടുക്കാറില്ല. അദ്ദേഹം പ്രഭാത ഭക്ഷണം കഴിക്കാൻ എന്നെ ക്ഷണിച്ചു. ഞാൻ നന്ദി പറഞ്ഞു. അതിനുശേഷം എപ്പോൾ വന്നു, എത്രനാൾ ഇവിടെയുണ്ടാകും തുടങ്ങിയ സംഭാഷണത്തിനിടയിൽ അദ്ദേഹത്തെക്കുറിച്ച് ഹോട്ടലിൽ പ്രചരിക്കുന്ന കഥകൾ ഞാൻ പറഞ്ഞു. അദ്ദേഹം ചിരിച്ചു. അദ്ദേഹം നിഷേധിച്ചില്ല, ഒന്നും സമ്മതിച്ചില്ല. അവസാനം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഈ അത്ഭുത ശക്തികളുണ്ടെന്നത് സത്യമാണോ?
അദ്ദേഹം ശാന്തമായി മറുപടി നൽകി, അതെ, സർവശക്തനായ അല്ലാഹു എനിക്കങ്ങനെ ചില കഴിവുകൾ നൽകിയിട്ടുണ്ട്. ഞാനവ കാണിച്ചു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അദ്ദേഹം പെട്ടെന്ന് ചോദിക്കുന്നു. അദ്ദേഹം എൻ്റെ ആഗ്രഹം ശരിയായി അളന്നു. ഞാൻ തലയാട്ടി സമ്മതിച്ചു. അദ്ദേഹം എന്നോട് പേപ്പറും പെൻസിലും ചോദിച്ചു. എന്റെ പോക്കറ്റിലുള്ള ചെറിയ പുസ്തകത്തിൽ നിന്നും ഒരു പേജ് മുറിച്ചെടുത്തു. പിന്നെ ഒരു പേനയും എടുത്തു. ഒരു ചോദ്യം എഴുതി മടക്കി കയ്യിൽ പിടിക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്ത് ചോദ്യം? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കിഷ്ടമുള്ളതെന്തും. അദ്ദേഹം അകലെ മാറി ജനലിനരികിൽ നിന്നുകൊണ്ട് താഴെയുള്ള തെരുവിലേക്ക് നോക്കുന്നു. ഞാൻ എഴുതിയ ചോദ്യം ഇതായിരുന്നു: 4 വർഷം മുമ്പ് ഞാൻ താമസിച്ചിരുന്ന സ്ഥലം ഏതാണ്? ഇനി പേപ്പർ ഒരു ചെറിയ ചതുരമാകുന്നതുവരെ മടക്കുക. അദ്ദേഹം എനിക്ക് നിർദ്ദേശം നൽകുന്നു. ഞാൻ അദ്ദേഹത്തെ അനുസരിക്കുന്നു. അപ്പോൾ അദ്ദേഹം തന്റെ കസേരയിൽ വന്നിരുന്നു. ദയവായി കടലാസ് കഷ്ണം പെൻസിലുമായി ചേർത്ത് വലതു കൈപ്പത്തിയിൽ മുറുകെ പിടിക്കുക എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ഞാൻ വസ്തുക്കൾ മുറുകെ പിടിച്ചു. അദ്ദേഹം കണ്ണുകൾ അടയ്ക്കുന്നു. പിന്നെ അഗാധമായ ഏകാഗ്രതയിലേക്ക് വീഴുന്നതായി തോന്നുന്നു. അടഞ്ഞ കണ്ണുകൾ പതുക്കെ തുറന്നു. നരച്ച കണ്ണുകൾ എന്നെ സൂക്ഷിച്ചു നോക്കുന്നു. അദ്ദേഹം നിശബ്ദമായി പറയുന്നു, നിങ്ങൾ ചോദിച്ച ചോദ്യം 4 വർഷം മുമ്പ് ഞാൻ എവിടെയാണ് താമസിച്ചിരുന്നത്? ഞാൻ ഞെട്ടി. അതിനുശേഷം പേപ്പർ തുറക്കാൻ പറഞ്ഞു. അപ്പോൾ എന്റെ ചോദ്യം എഴുതിയതിന്റെ താഴെ ഞാൻ 4 വർഷം മുമ്പ് താമസിച്ചിരുന്ന നഗരത്തിന്റെ പേരെഴുതിയിരുന്നു. അത് ഞാൻ എഴുതിയതല്ല. അദ്ദേഹം തൊട്ടതുമില്ല. രണ്ടാമതും വേറെ ചോദ്യം പരീക്ഷിച്ചു. അപ്പോഴും ശരിയായ പ്രവചനം. മൂന്നാമതും ഞാൻ ആ ഈജിപ്തുകാരനോട് പരീക്ഷണം ആവർത്തിക്കാൻ അഭ്യർത്ഥിച്ചു. ഇത്തവണയും മുമ്പത്തെ പോലെ തന്നെ അദ്ദേഹം പൂർണ്ണ വിജയമാണ് കൈവരിച്ചത്. ഇനിയും സംശയിക്കാനാവില്ല. എന്തോ അജ്ഞാതമായൊരു മാർഗത്തിലൂടെ അവൻ എൻ്റെ ചിന്തകൾ അറിഞ്ഞിരിക്കുന്നു എന്നതിൽ എനിക്കുറപ്പായി. എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്ന പേപ്പറിൽ എനിക്കറിയാതെയൊരു മറഞ്ഞ ശക്തി ശരിയായ മറുപടികൾ എഴുതി ചേർത്തിരിക്കുന്നു. എല്ലാം എൻ്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങളായിരുന്നു. ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത്? എന്താണ് അദ്ദേഹം ഉപയോഗിക്കുന്ന രഹസ്യമാർഗം? ഈ ചിന്തകൾ എന്നെ അസ്വസ്ഥനാക്കി. അദൃശ്യശക്തികളുടെ സാന്നിധ്യം ഞാൻ വ്യക്തമായി അനുഭവിച്ചു. സാധാരണ ബുദ്ധിക്ക് ഇതെല്ലാം വിശ്വസിക്കാൻ പ്രയാസമുള്ളതായിരുന്നു. ഒരു നിമിഷം എൻ്റെ ഹൃദയം പോലും നിശ്ചലമായതുപോലെ തോന്നി. അദ്ദേഹം പുഞ്ചിരിയോടെന്നോട് ചോദിച്ചു, ഇംഗ്ലണ്ടിൽ ഇതുപോലെ ചെയ്യാൻ കഴിയുന്നവരുണ്ടോ? സത്യസന്ധമായി ഞാൻ മറുപടി പറഞ്ഞു, ഇത്തരമൊരു പരീക്ഷണ സാഹചര്യത്തിൽ ഇതുപോലെ കഴിവ് തെളിയിച്ചവരെ ഞാൻ അറിയുന്നില്ല, വേദികളിൽ പ്രകടനം നടത്തുന്ന ചില മായാജാലകരെ ഒഴിച്ചാൽ. ഞാൻ അല്പം മടിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങളുടെ രീതികളെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? അദ്ദേഹം ഭുജങ്ങൾ ഉയർത്തി പറഞ്ഞു, എന്റെ രഹസ്യങ്ങൾക്കായി വലിയ തുകകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനിയും ഞാൻ അവ പുറത്തുവിടാൻ തയ്യാറല്ല. എനിക്ക് മനഃശാസ്ത്രപരമായ കാര്യങ്ങളിൽ അറിയാമെന്ന് സൂചന നൽകാൻ ഞാൻ ശ്രമിച്ചു. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരിക്കൽ ഞാൻ യൂറോപ്പിലെത്തിയാൽ നിങ്ങൾക്കെനിക്ക് ചില സഹായങ്ങൾ ചെയ്യാനാകും. അപ്പോൾ ഞാൻ നിങ്ങളെ ഈ രീതികൾ പഠിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ ചോദിച്ചു, അതിനെത്ര സമയം വേണ്ടിവരും? അദ്ദേഹം മറുപടി നൽകി, ആളെ ആശ്രയിച്ചിരിക്കും. പൂർണ്ണ സമർപ്പണത്തോടെ പഠിച്ചാൽ 3 മാസത്തിനുള്ളിൽ അടിസ്ഥാന ധാരണ കിട്ടും. പക്ഷേ പൂർണ്ണ പ്രാവീണ്യത്തിന് വർഷങ്ങൾ വേണം. സിദ്ധാന്തപരമായ വിശദീകരണമെങ്കിലും ചോദിച്ചപ്പോൾ അവൻ അല്പനേരം ആലോചിച്ച ശേഷം പറഞ്ഞു, അത് ഞാൻ നാളെ പറയാം, ഇന്നെനിക്ക് സമയം കുറവാണ്. നിശ്ചിത സമയത്ത് അടുത്ത ദിവസം ഞാൻ വീണ്ടും അദ്ദേഹത്തിന്റെ മുറിയിലെത്തി. ഈജിപ്ഷ്യൻ സിഗരറ്റുകൾ അദ്ദേഹം എനിക്ക് നൽകി. സുഗന്ധമുള്ള പുക മുറിയിലാകെ നിറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളിതിനെ സിദ്ധാന്തം എന്ന് വിളിക്കാം. എനിക്കിതെല്ലാം ഉറപ്പുകളാണ്. അതിനുശേഷം അദ്ദേഹം തന്റെ ജീവിതകഥ പറയാൻ തുടങ്ങി. അദ്ദേഹം ഒരു സാധാരണ ബാലനായിരുന്നു. കൃഷിയാണ് തന്റെ ഭാവിയെന്ന് കരുതി സർക്കാർ കൃഷി കോളേജിൽ പഠനം നടത്തി. പഠനത്തിൽ അദ്ദേഹം അതീവ താൽപര്യശീലനായിരുന്നു. അങ്ങനെയിരിക്കെ അദ്ദേഹം താമസിച്ചിരുന്ന വീട്ടിൽ ഒരു വയോധികൻ താമസിക്കാനെത്തി. ദീർഘമായ നരച്ച താടിയും പുരാതന വേഷവും ഗൗരവമേറിയ മുഖവുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകത. ആ മനുഷ്യന്റെ നിഗൂഢ സ്വഭാവം മറ്റുള്ളവരെ അകറ്റിയപ്പോൾ യുവാവായ മഹ്മൂദ് ബേയെ അത് ആകർഷിച്ചു. തുടർച്ചയായ ശ്രമങ്ങൾക്കൊടുവിൽ അദ്ദേഹം
ആ വയോധികന്റെ അടുക്കൽ പ്രവേശനം നേടി. അവിടെയാണ് അദ്ദേഹം അറിഞ്ഞത്, ആ മനുഷ്യൻ അദൃശ്യ ശക്തികളും അതീന്ദ്രിയ വിഷയങ്ങളും പഠിക്കുന്നവനാണെന്ന്. ഭയം തോന്നുന്നതിനു പകരം ഈ ലോകം അദ്ദേഹത്തെ ആവേശഭരിതനാക്കി. മഹമൂദ് ബേ പഠിക്കാൻ ആഗ്രഹമുണ്ടെന്നും പഠിപ്പിച്ചു തരണമെന്നും അപേക്ഷിച്ചു. വയോധികൻ സമ്മതിച്ചു. അങ്ങനെ വഴി തുറന്നു. കൈറോയുടെ ഒരു രഹസ്യ സംഘത്തിൽ മഹ്മൂദ് ബേ പ്രവേശിച്ചു. മന്ത്രവാദം, ആത്മീയ അന്വേഷണം, ഗൂഢവിദ്യകൾ എല്ലാം അവിടെ പഠിപ്പിച്ചു. ഉന്നത പദവികളിലുള്ളവരും പണ്ഡിതരുമായിരുന്നു ആ സംഘത്തിലെ അംഗങ്ങൾ. കാലക്രമേണ അദ്ദേഹം ആ കലകളിൽ പ്രാവീണ്യം നേടി. അധ്യാപകനായി, പ്രദർശകനായി, ഒടുവിൽ ആ സംഘത്തിൻ്റെ നേതാവായി. 12 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എല്ലാം വിട്ട് യാത്രയും സമ്പാദ്യവും ലക്ഷ്യമാക്കി. അദ്ദേഹം തുറന്നു പറഞ്ഞു, എനിക്ക് ധാരാളം പണം സമ്പാദിക്കണം. സമ്പന്നരായ ചിലർ എൻ്റെ കഴിവുകൾ തേടി വരുന്നു. അവർക്ക് ഞാൻ ഉയർന്ന ഫീസ് ഈടാക്കും. അദ്ദേഹത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ പ്രതിഫലവും വലിയ തുകയായിരുന്നു. അവസാനം അവൻ പറഞ്ഞു, എല്ലാം കഴിഞ്ഞാൽ ഞാൻ ഈജിപ്തിലെ ഗ്രാമത്തിലേക്ക് മടങ്ങും. ഒരു ഓറഞ്ച് തോട്ടം വാങ്ങി വീണ്ടും കൃഷിയിലേക്ക് തിരികെയാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾ നേരിട്ട് ഈജിപ്തിൽ നിന്നാണോ ഇവിടെ വന്നത്? ഞാൻ ചോദിച്ചു. അദ്ദേഹം തലകുലുക്കി മറുപടി നൽകി, അല്ല, കൈറോ വിട്ട ശേഷം ഞാൻ സിറിയയിലും പാലസ്തീനിലും കുറേ നാൾ കഴിഞ്ഞിരുന്നു. അവിടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് എൻ്റെ കഴിവുകളെക്കുറിച്ച് അറിവുണ്ടായിരുന്നു. ചില കുറ്റകൃത്യങ്ങളിൽ അവർക്കൊരു വഴിയും കാണാനാകാത്തപ്പോൾ അവസാന മാർഗമായി അവർ എന്നെ സമീപിക്കുമായിരുന്നു. മിക്ക അവസരങ്ങളിലും കുറ്റവാളിയെ കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ സാധിച്ചു? ഞാൻ വീണ്ടും ചോദിച്ചു. അദ്ദേഹം ശാന്തമായി പറഞ്ഞു, കുറ്റകൃത്യങ്ങളുടെ ആന്തരിക രഹസ്യങ്ങൾ എനിക്കെൻ്റെ സഹായികളായ അദൃശ്യ ശക്തികൾ വഴി വെളിപ്പെടുമായിരുന്നു. അവർ സംഭവസ്ഥലങ്ങൾ എൻ്റെ മനസ്സിന് മുന്നിൽ ദൃശ്യമാക്കും. അദ്ദേഹം അല്പനേരം മൗനത്തിലായി, ഓർമ്മകളിലേക്ക് മുങ്ങിയതുപോലെ. ഞാൻ ക്ഷമയോടെ കാത്തിരുന്നു. നിങ്ങൾ എന്നെ ഒരു ആത്മീയവാദിയായി വിളിക്കാമായിരിക്കും, അദ്ദേഹം തുടർന്നു. കാരണം ഞാൻ ആത്മാക്കളുടെയും അദൃശ്യ ശക്തികളുടെയും സഹായം തേടുന്നുണ്ട്. എന്നാൽ ഞാനൊരു സ്റ്റേജ് മാന്ത്രികനല്ല. യഥാർത്ഥ അർത്ഥത്തിൽ ഒരു മന്ത്രവാദിയും ചിന്തകൾ വായിക്കാനുള്ള കഴിവുള്ളവനുമാണ്. അതിലപ്പുറമൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. അതിനാൽ അധികം വിശദീകരണം ആവശ്യമില്ലെന്ന് തോന്നി. നിങ്ങളുടെ അദൃശ്യ സഹായികളെക്കുറിച്ച് ഒന്ന് പറയാമോ? ഞാൻ ചോദിച്ചു. ആ ആത്മാക്കളെയാണോ? അദ്ദേഹം ചോദിച്ചു. അവരെ നിയന്ത്രിക്കാൻ എനിക്ക് 3 വർഷത്തെ കഠിന പരിശീലനം വേണ്ടിവന്നു. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള ലോകത്ത് നല്ലവരും ദുഷ്ടരുമായ ശക്തികളുണ്ട്. ഞാൻ നല്ല ശക്തികളെ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അദ്ദേഹം വിശദീകരിച്ചു. ചിലർ ഒരിക്കൽ മനുഷ്യരായിരുന്ന ആത്മാക്കളാണ്. ചിലർ ജിന്നുകൾ, മനുഷ്യരൂപം ഒരിക്കലും സ്വീകരിക്കാത്ത അദൃശ്യ ജീവികൾ. ചില ജിന്നുകൾ മൃഗസ്വഭാവമുള്ളവരും ചിലർ മനുഷ്യരെപ്പോലെ ബുദ്ധിശാലികളുമാണ്. ദുഷ്ടജിന്നുകളുമുണ്ട്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആഫ്രിക്കൻ മന്ത്രവാദികൾ പോലുള്ളവർ അവരെ ഉപയോഗിക്കും. ഞാൻ അവരുമായി ഒരിക്കലും ഇടപെടില്ല. അവർ അപകടകാരികളാണ്. ഒടുവിൽ അവർ തന്നെ ഉപയോഗിക്കുന്നവരെ നശിപ്പിച്ചേക്കാം. നിങ്ങൾ ഉപയോഗിക്കുന്ന മനുഷ്യ ആത്മാക്കൾ ആരാണ്? ഞാൻ ചോദിച്ചു. അവരിലൊരാൾ എൻ്റെ സഹോദരനാണ്, അദ്ദേഹം പറഞ്ഞു. അവൻ വർഷങ്ങൾക്ക് മുൻപ് മരിച്ചു. പക്ഷേ ഞാനൊരു മീഡിയമല്ല. ഒരാത്മാവിനെയും എൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ ഞാൻ അനുവദിക്കില്ല. എൻ്റെ സഹോദരൻ ചിന്തകളിലൂടെ അല്ലെങ്കിൽ ദൃശ്യങ്ങളിലൂടെ എനിക്ക് സന്ദേശങ്ങൾ കൈമാറും. നിങ്ങൾ ഇന്നലെ എഴുതിയ ചോദ്യങ്ങൾ എനിക്കറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണ്. ജിന്നുകൾ എത്ര പേരുണ്ട്? ഞാൻ ചോദിച്ചു. ഏകദേശം 30ഓളം, അദ്ദേഹം മറുപടി നൽകി. അവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാലും ഓരോരുത്തരെയും പ്രത്യേകം പരിശീലിപ്പിക്കണം. കുട്ടികളെ നൃത്തം പഠിപ്പിക്കുന്നത് പോലെ. ഓരോ ജിന്നിൻ്റെയും പേരറിയണം. പേരറിയാതെ അവരെ വിളിക്കാനോ ഉപയോഗിക്കാനോ കഴിയില്ല. പഴയ പുസ്തകങ്ങളിൽ നിന്നാണ് പല പേരുകളും ഞാൻ പഠിച്ചത്. അദ്ദേഹം വീണ്ടും പറഞ്ഞു. ഓരോ ജിന്നിനും ഞാൻ പ്രത്യേകം ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ നിങ്ങളുടെ പേപ്പറിൽ എഴുതിയ മറുപടിയുണ്ടാക്കിയ ജിന്നുകൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങളുടെ അർത്ഥം പോലും അറിയില്ല. അവരുമായി നിങ്ങൾ എങ്ങനെ ബന്ധപ്പെടുന്നു എന്നായിരുന്നു എൻ്റെ അടുത്ത ചോദ്യം. ചിന്തയിൽ ഏകാഗ്രത പുലർത്തിയാൽ മതി, അദ്ദേഹം പറഞ്ഞു. പലപ്പോഴും ഞാൻ ആവശ്യമായ ജിന്നിൻ്റെ പേര് അറബിയിൽ എഴുതി വയ്ക്കും. അതുതന്നെ അവരെ ഉടൻ വിളിക്കാൻ മതിയാകും. അദ്ദേഹം ഘടികാരം നോക്കി എഴുന്നേറ്റു. ഇനി കൂടുതൽ വിശദീകരിക്കാൻ കഴിയില്ല, അദ്ദേഹം പറഞ്ഞു.
എന്തുകൊണ്ടാണ് ഈ രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ടതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കുമല്ലോ. അല്ലാഹുവിൻ്റെ ഇച്ഛയുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും കാണാം. ഇപ്പോൾ വിട. ഒരു പുഞ്ചിരിയോടെ അദ്ദേഹം നമസ്കരിച്ചു. സംഭാഷണം അവിടെ അവസാനിച്ചു. ആ രാത്രി ഞാൻ വൈകിയാണ് കിടന്നത്. എന്നാൽ ഉറങ്ങാൻ കഴിഞ്ഞില്ല. ചൂടും ഈർപ്പവും നിറഞ്ഞ വായു എന്നെ ശ്വാസം മുട്ടിക്കുന്നത് പോലെ തോന്നി. മുകളിലെ ഫാനിൻ്റെ ശബ്ദം പോലും ആശ്വാസം നൽകിയില്ല. ശ്വാസം എടുക്കുക തന്നെ ഒരു പ്രയാസമായി. എൻ്റെ ശരീരം മുഴുവൻ വിയർപ്പിൽ നനഞ്ഞു. അതിലും വേദനാജനകം എൻ്റെ മനസ്സിന് ഒരു വിശ്രമവും കിട്ടിയില്ല എന്നതാണ്. ഉറക്കമില്ലായ്മ എന്ന ദുഷ്ടൻ അന്നേ രാത്രി മുതൽ എന്നെ പിന്തുടരാൻ തുടങ്ങി. കൊതുകുവല എൻ്റെ കിടക്കയെ ഒരു വെള്ള ശവക്കുടീരമെന്ന പോലെ ചുറ്റിയിരുന്നു. വരാന്തയിലേക്കുള്ള ജനാല വഴി ചന്ദ്രപ്രകാശം അകത്തു വീണു. ഭിത്തികളിൽ വിചിത്രമായ നിഴലുകൾ വരച്ചു. മഹ്മൂദ് ബേയുമായുള്ള സംഭാഷണവും അത്ഭുത പ്രകടനങ്ങളും എൻ്റെ മനസ്സിൽ വീണ്ടും വീണ്ടും തെളിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെപ്പറ്റി സ്വന്തം വിശദീകരണം കണ്ടെത്താൻ ഞാൻ ശ്രമിച്ചു. പക്ഷേ പരാജയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ അദൃശ്യ സഹായികൾ യഥാർത്ഥമാണെങ്കിൽ നാം വീണ്ടും മധ്യകാലഘട്ടത്തിലേക്ക് തിരിച്ചുപോയതുപോലെയാകും. യൂറോപ്പിലെ ഓരോ നഗരത്തിലും മന്ത്രവാദികൾ ഉണ്ടായിരുന്ന കാലം. പല ചോദ്യങ്ങളും എൻ്റെ മനസ്സിൽ മിന്നിമറഞ്ഞു. എന്തുകൊണ്ടാണ് മഹ്മൂദ് ബേ പേപ്പറിനൊപ്പം പെൻസിലും എൻ്റെ കയ്യിൽ പിടിപ്പിച്ചത്? പെൻസിലിലെ ഘടകങ്ങൾ ഉപയോഗിച്ചാണോ അദൃശ്യശക്തികൾ എഴുത്തുണ്ടാക്കിയത്? മാർക്കോ പോളോയുടെ യാത്രാവിവരണങ്ങൾ എൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞുകൂടി. ചൈനയിലും ടിബറ്റിലും സ്പർശമില്ലാതെ എഴുത്തുണ്ടാക്കിയ മന്ത്രവാദികളെക്കുറിച്ച് മാർക്കോ പോളോ എഴുതിയിരുന്നില്ലേ? ഹെലീന ബ്ലവാട്സ്കിയുടെ കഥയും എനിക്ക് ഓർമ്മ വന്നു. ആ കാലത്തും ചോദ്യങ്ങൾക്ക് മറുപടികൾ കത്തുകളിലൂടെ തന്നെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഹെലീന ബ്ലവാട്സ്കി പറഞ്ഞത് അത് ആത്മാക്കളല്ല, ടിബറ്റിൽ ജീവിച്ചിരുന്ന ഗുരുക്കന്മാരുടെ പ്രവർത്തനമാണെന്നാണ്. എന്തായാലും അതൊന്നും ഇപ്പോൾ എൻ്റെ പ്രശ്നമല്ല. ഞാൻ കണ്ടതും അനുഭവിച്ചതും എനിക്ക് നിഷേധിക്കാൻ കഴിയില്ല. വിവരണം വ്യക്തമാകാതിരുന്നാലും സംഭവം യഥാർത്ഥമാണെന്ന് ഞാൻ അംഗീകരിക്കണം. അതെ, മഹ്മൂദ് ബേ 20-ാം നൂറ്റാണ്ടിലെ ഒരു യഥാർത്ഥ മന്ത്രവാദിയാണ്. ഇന്ത്യയിൽ കാൽവെച്ച ഉടൻ ഇങ്ങനെയൊരനുഭവം ലഭിച്ചതിൽ ഒരു സൂചനയുണ്ടെന്ന് തോന്നി. ഇനിയും അതിലേറെ വിചിത്രമായ കണ്ടെത്തലുകൾ എന്നെ കാത്തിരിക്കുകയാണ്. ഇന്ത്യൻ യാത്രയുടെ ആദ്യ കുറിപ്പ് അന്ന് എൻ്റെ നോട്ട്ബുക്കിൽ ഞാൻ എഴുതിവെച്ചു. പുണ്യാത്മാക്കളെ, ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. കൂടുതൽ ആത്മീയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.